ഇന്ന് ഞാൻ എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്തൊരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു മെറ്റീരിയൽ വെച്ച് ഞാൻ മുന്നേ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായി കാണും. ഒരു സ്ലീവ്ലെസ് ടോപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് മീറ്റർ 90 രൂപ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന പാർട്ടാണ് ഞാനത് മാറ്റി വെച്ചാൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അന്നേരം നോക്കിയപ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു ക്രോപ്പ് ടോപ്പിന് വേണ്ടിയിട്ട് തികയും. എന്നാലും ലെങ്തൊന്നും അങ്ങനെ അധികം കിട്ടത്തില്ല. എങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ച് ബാക്കി വന്ന കട്ട് പീസൊക്കെ വെച്ചിട്ട് നമുക്ക് ഇറക്കമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനിന്നൊരു ക്രോപ്പ് ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ബാക്കി വന്ന് ഈ ഒരു തുണി കൊണ്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഇതിൻ്റെ അകത്ത് ഒട്ടും തന്നെ കളഞ്ഞിട്ടില്ല. അതായത് മാക്സിമം ആ ഒരു തുണി മൊത്തത്തിൽ യൂസ് ആക്കിയിട്ടാണ് ഈ ഒരു ടോപ്പ് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. സ്ലീവിന് വേണ്ടിയിട്ടൊന്നും ഒട്ടും തികത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ സൈഡിലെ കട്ട് പീസൊക്കെ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഞാൻ സ്ലീവ് കഷ്ടിച്ചെടുത്തേക്കുന്നത്. സാധാ സ്ലീവ് വെക്കാനാണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. കാരണം ഉണ്ടല്ലോ മാക്സിമം എത്ര നോക്കിയാലും ഒട്ടും സ്ലീവിന് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലീറ്റഡ് സ്ലീവ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കുവാണ്. സ്ലീവ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാട്ടോ വെച്ചേക്കുന്നത്. കാരണം ഫുള്ളായിട്ട് അത് ആ ഒരു റൗണ്ട് തികയ്ക്കാൻ പറ്റിയില്ല. മാക്സിമം പറ്റുന്ന രീതിയിൽ നല്ല പ്ലീറ്റഡ് സ്ലീവും വെച്ചിട്ട് നമ്മുടെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. താഴെയും കുറച്ച് പ്ലീറ്റ് വന്നിട്ട് വീനക്കാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമായി. ഈ ഒരു തുണി കട്ട് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഫുള്ള് തികയോ എന്നൊക്കെ. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഔട്ട്ഫിറ്റ് ഫ്രം സ്ക്രാച്ച് എന്നൊക്കെ പറയത്തില്ലേ, അത് തന്നെയാണ് ഇതും. വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ക്ഷണിക്കാതെ വന്നൊരു അതിഥി നമ്മുടെ വീഡിയോയിലോട്ട് വന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചാൽ അവനും കൂടി നിന്നോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ.